ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ എടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് വെറും 10 കിലോമീറ്ററുമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അതുപോലെ സ്മാർട്ട് സിറ്റിയിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലക്ഷറി റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഇൻഡിവിജ്വൽ റോഡ് എന്ന് പറയുന്നത് 5 മീറ്റർ വീതിയിൽ നല്ല വീതിയുള്ള ടാറിംഗ് റോഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ എലവേഷനും മതിലുമെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പക്ക വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മോണിയർ ടൈലുകളെല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൂവർ പാനലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസിൻ്റെ റൂഫ് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വീടിൻ്റെ എലവേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് ലാൻഡിൽ റൂഫ് ഏരിയ അടക്കം 3600 സ്ക്വയർ ഫീറ്റിലായിട്ട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ, സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 4 AC ബിൽഡർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പെബിൾ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു വൃത്തിയുള്ള തൂണിൻ്റെ ഡിസൈനെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4-വേ ലൈറ്റുകൾ ഇവിടെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോളാർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ഏകദേശം ഒരു 16 അടി നീളം വരുന്ന ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സോളാറിൻ്റെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു കവേർഡ് പാർക്കിംഗ്, ഒരു ഓപ്പൺ പാർക്കിങ്ങുമായിട്ട് വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു പ്ലാന്റ് ബോക്സുകളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനുള്ള ഒരു സ്പേസും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പോർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്ത് LED സിലിണ്ടർ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ട് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു തൂണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ലെതർ ഫിനിഷ് ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലെല്ലാം തേക്കൂട്ടിൽ തീർത്ത പാനലിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീടിൻ്റെ എല്ലാ ജനൽപ്പാളികളും ഡോറുകളും എല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ മെയിൻ ഡോറിലേക്കാണ്. 2 പാളിയിൽ തീർത്ത ഒരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. അതിൻ്റെ പാളികളെല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും ഒരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ അതും പാനലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളി ഫർണിഷ്ഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കോർണർ സെറ്റി ബിൽഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനുകളും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നല്ലൊരു TV യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് ഡൈനിങ് റൂമിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സ്വിച്ചസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസും V-ഗാർഡിൻ്റെ കേബിളുകളും എല്ലാമാണ് ഇതിന് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന TV യൂണിറ്റിൻ്റെ സൗകര്യമായതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് TV കാണാനുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഷാൻഡിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത ഭിത്തിയിലായിട്ട് ഒരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലാഡിങ് സ്റ്റോൺസ് എല്ലാം കൊടുത്ത് പ്ലാന്റ് ബോക്സുകളൊക്കെ കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ വരുന്ന ഈ ഭാഗത്താണ്. അതിൻ്റെ വർക്കുകളെല്ലാം ബാലൻസ് ഉണ്ട്. എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടാണ് ബിൽഡർ നമുക്ക് നൽകുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഒരു ഡൈനിങ് ടേബിളും
ചെയറും എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരാനുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്ത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 ആൾക്കൊക്കെ ഇരുന്ന് കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ 3 കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലോവർ പാനലിങ് വരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലാന്റ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ വരുന്നത്. ഒരു അക്രലിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കബോർഡ് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ഫർണിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിമ്മിണി ഇവിടെ വരാനുണ്ട്. നമുക്ക് ഇനി കിച്ചൻ്റെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാനോ വൈറ്റിൽ എൽ ഷേപ്പിലുള്ള ഒരു ഗ്രാനൈറ്റ് ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ചൊരു ടാപ്പുകളും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. ഈ കോർണറിലായിട്ടൊരു വലിയ ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് വന്നാൽ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയും വരുന്നുണ്ട്. ഒരു ഡിഷ് വാഷറോ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാവുന്ന ഒരു സൗകര്യവും ബിൽഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യവും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജിലായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വാൾ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തേക്കൂഡിൽ തീർത്ത ഒരു ഡോറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫർണിച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു കിങ് സൈസ് ക്യൂൺ സൈസ് ബെഡൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കോട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കുഷനിൽ ചെയ്ത ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് പാനലിംഗ് വർക്കുകൾ ലോവർ പാനലിങ്ങുകൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഒരു 5 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഒരു സിംഗിൾ പാളി വിൻഡോ ഈ സൈഡിലും വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്. കൂടാതെ വീടിൻ്റെ അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് നല്ല ഒരു ബേ വിൻഡോ സെറ്റപ്പിൽ വരുന്നൊരു കുഷൻ വർക്കൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു 4 പാളി വിൻഡോ ഈ ഭാഗത്തും വരുന്നുണ്ട്. ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയ ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള മിറർ വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കുകൾ ബാലൻസ് ഉണ്ട്. ജാഗ്വാറിൻ്റെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടേഴ്സും എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ലൊരു വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. തേക്കൂട്ടിൽ തീർത്ത ഒരു ഡോറ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫർണിച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കിങ് സൈസ് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഫോം വരാനുണ്ട്. നല്ല രീതിയിൽ കുഷൻ വർക്കൊക്കെ ചെയ്ത ഹെഡ് റെസ്റ്റുകളുണ്ട്, ലോവർ പാനലിങ്ങുകളുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ വരുന്നുണ്ട്. ഈ സൈഡിൽ 2 സിംഗിൾ പാളി വിൻഡോസ് വരുന്നുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെ നല്ലൊരു കളർ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബേ വിൻഡോ സെറ്റപ്പിൽ തന്നെ കുഷൻ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാവുന്നൊരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ അതൊരു മിറർ വയ്ക്കാനുള്ളൊരു സൗകര്യം ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡൈവേർട്ടേഴ്സും വാൾ മൗണ്ട് ഫിറ്റിങ്സുകളെല്ലാം ബിൽഡർ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഒരു ചെറിയൊരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടറും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള സ്റ്റെയറാണത്. ഇതിൻ്റെ വാക്ക് വേയിലായിട്ട് കൊടുത്തിരിക്കുന്നത് തേക്കൂഡിൻ്റെ പാനലിംഗ് ആണ്. ഹാൻഡ് റെയിലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ 10 mm ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തേക്കൂഡിൻ്റെ തന്നെ റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് വരുമ്പോൾ നല്ല രീതിയിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചറുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ ഡബിൾ ഹൈറ്റിലേക്ക് വരെ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡബിൾ ഹൈറ്റ് റൂഫ് സ്കൈ വ്യൂ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് നല്ല രീതിയിൽ CNC ഡിസൈൻസ് കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ എത്തുന്ന ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഡബിൾ ലൈറ്റ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ ടഫ് ആൻഡ് ഗ്ലാസ്സിലെ വുഡൻ ടോപ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പ് കോർണർ സെറ്റിയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
നല്ല രീതിയിലൊരു ടി വി യൂണിറ്റ് അവിടെ ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല എലഗൻ്റ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒരു 4 പാളി വിൻഡോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി സ്റ്റഡി ഏരിയ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഫർണിഷ്ഡിൻ്റെ ഭാഗമായിട്ടൊരു കിങ് സൈസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെഡ് റെസ്റ്റൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫോമൊക്കെ വരാനുണ്ട്. ഈ സൈഡിലാണ് കബോർഡ് വർക്ക് വരുന്നത്. അത് ബേ വിൻഡോ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും ലൂവർ വർക്കുകളും BLDC ഫാനുകളും കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലായിട്ടും നല്ല രീതിയിലൊരു കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയൊരു സ്റ്റഡി സ്പേസ് പോലത്തെ ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലേക്കാണ് വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വെറ്റ് ആൻഡ് ഡ്രൈ സൗകര്യത്തിലുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ഗ്ലോസി ടൈപ്പ് ടൈല് വാളിലും മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളും ഡൈവേർട്ടേഴ്സും എല്ലാം വരാനുണ്ട്. ഒരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടറും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വീടിൻ്റെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ തേക്കൂട്ടിൽ തീർത്ത ഒരു ഡോറ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. കന്നിമൂലയിലാണ് വരുന്നത്. ഇവിടെയും ഒരു 3 പാളി വിൻഡോയും അതിനോടനുബന്ധിച്ച് ഒരു ബേ വിൻഡോ സൗകര്യവും കുഷൻ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് വർക്കുകൾ വരുന്നുണ്ട്. ഫർണിഷ്ഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡും വരുന്നുണ്ട്. കോട്ടും അതിൻ്റെ ഒപ്പം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു 4 പാളി ജനൽപ്പാളി ഇവിടെ വരുന്നുണ്ട്. ആ സൈഡിലായിട്ട് ഒരു 5 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഈ ബെഡ്റൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യവും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന ഈ വീടിൻ്റെ ബാത്റൂം സൗകര്യത്തിലേക്കാണ്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ സൗകര്യത്തിൽ തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു കളർ പാറ്റേണിൽ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെയും ഡൈവേർട്ടേഴ്സും വാൾമൗണ്ട് ഫിറ്റിങ്സുകളും തന്നെ ഇവിടെയും വരുന്നതാണ്. ഒരു ബോക്സി ടൈപ്പ് വാഷ് കൗണ്ടർ ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഒരു സ്റ്റഡി ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല സൗകര്യമുള്ള ഒരു സ്റ്റഡി സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റഡി ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ്, ബുക്ക് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു നിഷ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ പാറ്റേണിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒരു 3 പാളി വിൻഡോ വെളിച്ചവും കാറ്റും കിട്ടാൻ പാകത്തിനുള്ള സൗകര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് വർക്കാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് GI ഫ്രെയിം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനും മറ്റും വയ്ക്കാനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മൂലയിൽ നിന്ന് നമുക്ക് ഒരു ഗ്രിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ടെറസിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സൗകര്യവും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്റ്റെയർ, ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറസ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മോണിയർ ടൈലിൻ്റെ ഒരു റൂഫ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂഫ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നോർമലി മറ്റുള്ള വീടുകൾക്കൊന്നും ഇങ്ങനെ ഒരു റൂഫ് ഏരിയ നമ്മൾ കാണാൻ സാധിക്കുന്നതല്ല. ഇവിടെ അത്യാവശ്യം ഭംഗിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പോകുന്നത് വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറുകളാണ്. തേക്കൂട്ടിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. നല്ല കനമുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ എല്ലാ ഡോറിനും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷ് ടൈലോടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പില്ലർ വർക്ക് വരുന്നുണ്ട്. മുകളിലായിട്ട് ലൂവറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഓപ്പൺ ഏരിയ ഫുള്ളി കവേർഡായിട്ട് ഗ്ലാസിൻ്റെ ഒരു വർക്ക് ഇവിടെ വരുന്നുണ്ട്. GI ഫ്രെയിമിലാണ് ആ ഗ്ലാസ് വർക്ക് വരുന്നത്. അതും വുഡൻ ഒരു ഡിസൈനിൽ തന്നെ സ്റ്റൈനിങ് ഒക്കെ കൊടുത്ത് ഭംഗിയായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 8-10 പേർക്ക് ഇരിക്കാവുന്നൊരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിഴക്ക് നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലക്ഷറി ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡിൽ റൂഫ് ഏരിയ അടക്കം 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി, സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,70,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.